പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശന്റെ ആക്ഷൻ പ്ലാനിന് മുന്നോടിയായി ബത്തേരി ക്യാമ്പിൽ തിരഞ്ഞെടുപ്പിനുള്ള വിജയസാധ്യതാ റിപ്പോർട്ട് അവതരിപ്പിച്ച് തിരഞ്ഞെടുപ്പ് തന്ത്രജ്ഞൻ സുനിൽ കനകോലു. കോൺഗ്രസ് സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കുന്നതിനായി ഓരോ മണ്ഡലങ്ങളിലെയും വിജയസാധ്യത വിശകലനം ചെയ്തുകൊണ്ടുള്ള റിപ്പോർട്ടാണ് ഇന്നലെ രാത്രി നടന്ന KPCC രാഷ്ട്രീയകാര്യ സമിതി യോഗത്തിൽ അവതരിപ്പിച്ചത്. ആദ്യഘട്ടത്തിൽ 70 സ്ഥാനാർത്ഥികളെ അവതരിപ്പിക്കാനാണ് നീക്കം. ഏതെല്ലാം രീതിയിലുള്ള സമവാക്യങ്ങളാണ് UDFന് അനുകൂലമാകുക, ഏതെല്ലാം മണ്ഡലങ്ങളിൽ ആരൊക്കെയാണ് മത്സരിപ്പിക്കേണ്ടത് തുടങ്ങിയ കാര്യങ്ങൾ പവർ പോയിന്റ് പ്രസന്റേഷനായി അവതരിപ്പിക്കുകയായിരുന്നു. സംസ്ഥാനത്ത് നിലവിലെ സാഹചര്യം UDFന് അനുകൂലമാണെന്നും ഭരണവിരുദ്ധ വികാരം കോൺഗ്രസിന് സഹായകമാകുമെന്നുമാണ് കനകോലുവിന്റെ വിലയിരുത്തൽ. കോൺഗ്രസിന്റെ ലക്ഷ്യ 2026 എന്ന ഒരു പരിപാടിയിൽ ബത്തേരി ക്യാമ്പിൽ സംഘടിപ്പിക്കുന്ന തിരഞ്ഞെടുപ്പിനുള്ള വിജയസാധ്യതാ റിപ്പോർട്ട് അവതരിപ്പിച്ചിരിക്കുകയാണ് ഇപ്പോൾ തിരഞ്ഞെടുപ്പ് തന്ത്രജ്ഞനായ സുനിൽ കനകോലു. പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശന്റെ ആക്ഷൻ പ്ലാനിന് മുന്നോടിയായാണ് ഇപ്പോൾ ബത്തേരി ക്യാമ്പിൽ ഈ ഒരു റിപ്പോർട്ട് കനകോലു സമർപ്പിച്ചിരിക്കുന്നത്. കോൺഗ്രസ് സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കുന്നതിനായി ഓരോ മണ്ഡലങ്ങളിലെയും വിജയസാധ്യതയൊക്കെ വിശകലനം ചെയ്തുകൊണ്ടുള്ള റിപ്പോർട്ടാണ് ഇന്നലെ രാത്രി നടന്ന KPCC രാഷ്ട്രീയകാര്യ സമിതി യോഗത്തിൽ കനകോലു അവതരിപ്പിച്ചത്. നിയമസഭാ തിരഞ്ഞെടുപ്പ് പിടിച്ചെടുക്കുക എന്ന് തന്നെയാണ് കോൺഗ്രസിന്റെ ഒരു പ്രധാന ലക്ഷ്യം തന്നെ. തദ്ദേശ തിരഞ്ഞെടുപ്പിലുള്ള വിജയം വലിയൊരു ആത്മവിശ്വാസം കോൺഗ്രസിന് വർദ്ധിപ്പിച്ചിട്ടുണ്ട്. ഈ ഒരു സാഹചര്യത്തിൽ നിയമസഭാ തിരഞ്ഞെടുപ്പും പിടിച്ചെടുക്കാമെന്നുള്ള ഒരു ആത്മവിശ്വാസത്തിൽ തന്നെയാണ് കോൺഗ്രസ് മുന്നോട്ട് പോകുന്നത്. ഈ ഒരു വിജയസാധ്യത വിശകലനം ചെയ്തുകൊണ്ടുള്ളൊരു റിപ്പോർട്ടാണ് KPCC രാഷ്ട്രീയകാര്യ സമിതി യോഗത്തിൽ കനകോലു അവതരിപ്പിച്ചത്. ആദ്യഘട്ടത്തിൽ 70 സ്ഥാനാർത്ഥികളെ അവതരിപ്പിക്കാനാണ് നീക്കം. എല്ലാ രീതിയിലുള്ള സമവാക്യങ്ങളും UDFന് അനുകൂലമാവുക, ഏതെല്ലാം രീതിയിലുള്ള ഒരു പോക്കിനാണ് UDFന് എത്രത്തോളം അനുകൂലമാകുമെന്നതും ഏതെല്ലാം മണ്ഡലങ്ങളിൽ ആരെയൊക്കെയാണ് മത്സരിപ്പിക്കേണ്ടത് തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഈ ഒരു പവർ പോയിന്റ് പ്രസന്റേഷനായി അവതരിപ്പിച്ചിരുന്നു. സംസ്ഥാനത്ത് നിലവിലെ സാഹചര്യം UDFന് അനുകൂലമാണെന്നും ഭരണവിരുദ്ധ വികാരം കോൺഗ്രസിന് സഹായകമാകുമെന്നുമൊക്കെയാണ് ഈ കനകോലു സമർപ്പിച്ച റിപ്പോർട്ടിൽ വിലയിരുത്തുന്നത്.